നമസ്കാരം. ഓസ്ട്രിയയിലെ ഒരു വളരെ ഉയരം കൂടിയ കൊടുമുടിയിൽ കയറുന്നതിനിടെ സ്വന്തം കാമുകിയെ തണുപ്പിൽ ഉപേക്ഷിച്ച് പോവുകയും പിന്നീട് അവർ മരിക്കുകയും ചെയ്ത സംഭവത്തിൽ പർവ്വതാരോഹകയുടെ കാമുകനായ 36-കാരനാണ് ഇപ്പോൾ പോലീസിൻ്റെ പിടിയിലായിരിക്കുന്നത്. ഇയാൾ കൂടെയുള്ള സ്ത്രീയെ മനഃപൂർവ്വം അവിടെ ഉപേക്ഷിച്ച് പോയതായിരുന്നില്ല. പർവ്വതാരോഹണം നടത്തി വേണ്ടത്ര മുൻപരിചയമില്ലാത്ത വ്യക്തിയായിരുന്നു ഈ സ്ത്രീ. അതേസമയം ഈ കൂടെ വന്ന അവരുടെ കാമുകനാകട്ടെ വളരെ നേരത്തെ തന്നെ പർവ്വതാരോഹണം നടത്തി നല്ല മുൻപരിചയമുള്ള ആളുമായിരുന്നു. ഇവർ ഇരുവരും ചേർന്ന് മതിയായ സംവിധാനങ്ങളില്ലാതെയാണ് പർവ്വതാരോഹണം നടത്തിക്കൊണ്ടിരുന്നത്. ഏതാണ്ട് ഈ ഒരു കൊടുമുടിയുടെ തൊട്ട് താഴെ എത്തിയ സമയത്ത് ഈ സ്ത്രീക്ക് പെട്ടെന്ന് അസ്വസ്ഥത അനുഭവപ്പെടുമായിരുന്നു. കാരണം അവർ നേരത്തെ ഇത്തരത്തിലുള്ള പർവ്വതാരോഹണം നടത്തി യാതൊരു മുൻപരിചയമില്ലാത്ത ഒരാളെന്നുള്ള നിലയിൽ അവിടെ ഓക്സിജൻ കുറവാണ്, മറ്റൊരുപാട് ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഈ സ്ത്രീ വല്ലാതെ അവശയാവുകയായിരുന്നു. തുടർന്ന് മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ഇവർ നിർത്തി. ഇവരെ രക്ഷിക്കാൻ മറ്റൊരു വഴിയുമില്ല. കാരണം ആ ഭാഗത്തൊന്നും തന്നെ ആരും താമസിക്കുന്നൊന്നും തന്നെ ഇല്ല. വലിയ പർവ്വത ശിഖരങ്ങളാണ്. എന്നാൽ കാമുകൻ ചെയ്തതാകട്ടെ മതിയായ യാതൊരു സംവിധാനങ്ങളും ഒരുക്കാതെ കൊടും തണുപ്പത്ത് തൻ്റെ കാമുകയെ ഒരു സ്ഥലത്ത് ഇരുത്തിയതിന് ശേഷം ആളിനെ അന്വേഷിച്ച് ഇവരെ രക്ഷിച്ചു കൊണ്ടുപോകാൻ ആരെങ്കിലും കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ഇയാൾ പുറത്തേക്ക് പോവുകയായിരുന്നു. മണിക്കൂറുകൾ കഴിഞ്ഞാണ് ഇയാൾ തിരിച്ചെത്തിയത്. പക്ഷേ തിരിച്ചെത്തി നോക്കുമ്പോൾ ഈ സ്ത്രീ മരിച്ചിരുന്നു. തണുത്ത് മരവിച്ചാണ് അവർ മരിച്ചത്. ഒരുപക്ഷെ ആവശ്യത്തിന് ഓക്സിജൻ കിട്ടിയിട്ടില്ലായിരുന്നിരിക്കാം. അവർക്ക് ഒരുപാട് ശാരീരിക പ്രശ്നങ്ങളുണ്ടായിരിക്കാം. മാത്രവുമല്ല, ഈ സംഭവം അറിഞ്ഞ് പോലീസ് ഹെലികോപ്റ്ററിൽ ഈ സ്ഥലത്ത് നിരീക്ഷണം നടത്തിയിരുന്നു. പക്ഷേ അവരെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. മാത്രമല്ല, ഇയാളുടെ ഫോണിലേക്ക് അവർ നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ ഇയാൾ മൊബൈൽ ഫോൺ സൈലൻറ്റ് മോഡിൽ ഇട്ടിരിക്കുകയായിരുന്നു. അങ്ങനെയും ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ചുരുക്കത്തിൽ മനഃപൂർവ്വമുള്ള ഇയാളുടെ അവഗണന അല്ലെങ്കിൽ ഇയാളുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഈ സ്ത്രീ മരിച്ചത് എന്നുള്ള നിഗമനത്തിലാണ് ഒടുവിൽ അധികൃതർ എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇയാളുടെ പേരിൽ നരഹത്യയ്ക്ക് തന്നെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. അടുത്ത വർഷം മാർച്ചിലാണ് വിചാരണ ആരംഭിക്കുന്നത്. ഈ സ്ത്രീയുടെയോ ഈ പുരുഷൻ്റെയോ ഒന്നും തന്നെ പേരോ മറ്റ് വിശദാംശങ്ങളൊന്നും തന്നെ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. എങ്കിലും അധികൃതർ പറയുന്നത് വേണ്ടത്ര മുന്നൊരുക്കങ്ങളൊന്നും തന്നെ ഇല്ലാതെയാണ് ഇയാൾ ഈ സ്ത്രീയെയും കൂട്ടി മല കയറാൻ പോയത് എന്നാണ്. പ്രധാനമായും അവർക്ക് നേരത്തെ ഇത്തരത്തിൽ നടന്ന മുൻപരിചയമുള്ള ഒരാളല്ല. അവർക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള വസ്തുക്കൾ അവരുടെ കൈവശമില്ലായിരുന്നു. മരുന്ന് ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയിൽ വെറുതെ കൈയും വീശി ഈ സ്ത്രീയെ വിളിച്ചുകൊണ്ട് ഇയാൾ പർവ്വതാരോഹണത്തിന് പോയത് അക്ഷന്തവ്യമായ തെറ്റാണ് എന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത്. കോടതിയിൽ ഇയാൾക്കെതിരെ കുറ്റപത്രമൊക്കെ സമർപ്പിച്ചിട്ടുണ്ട്. ഏതായാലും മാർച്ച് മാസത്തിലാണ് ഇയാളുടെ വിചാരണ ആരംഭിക്കുക. എന്നാൽ ഈ പർവ്വതാരോഹകൻ്റെ അഭിഭാഷകൻ പറയുന്നത് തൻ്റെ കക്ഷി മനഃപൂർവ്വം ചെയ്തതല്ല. അയാളുടെ ആ നേരത്തെ ഒരു ഒപ്പളം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ഭയം കൊണ്ട് ഇയാൾ ഇവരെ അവിടെ ഇരുത്തിയതിന് ശേഷം ആരെങ്കിലും അടുത്ത് ഉണ്ടാകുമോ എന്നറിയാൻ വേണ്ടി പോയതാണെന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ഈ സംഭവം നടന്നത് രാത്രിയാണ് എന്നുള്ളതാണ്. ഏതാണ്ട് പുലർച്ചെ 3 മണിക്ക് ശേഷമാണ് ഈ സ്ത്രീ മരിച്ചിരിക്കുന്നത്. രാത്രി 10 മണിയോട് കൂടി ഈ സ്ത്രീക്ക് സുഖമില്ലാതാകുന്നു. പിന്നീട് ഒരു 12 മണിക്ക് ശേഷമാണ് ഇയാൾ ഒറ്റയ്ക്ക് താഴേക്ക് ഇറങ്ങിച്ചെന്ന് ആരെങ്കിലും സഹായത്തിന് കിട്ടുമോ എന്ന് നോക്കിയത്. അത്രയും ദൂരം താഴേക്ക് ഇറങ്ങിയിട്ട് വീണ്ടും മുകളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും 3 മണി കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഈ സ്ത്രീ മരിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഓസ്ട്രിയയിലെ അധികൃതർ ഇത് വലിയ ഗൗരവമായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം മതിയായ സംവിധാനങ്ങളില്ലാതെ ഇത്തരത്തിൽ പർവ്വതാരോഹണത്തിന് എത്തുന്ന ആളുകളെ ഇനി അങ്ങോട്ട് നിയമ സംവിധാനം ഉപയോഗിച്ച് പിടികൂടാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇയാളുടെ പേരിൽ ഇപ്പോൾ കൊലക്കുറ്റവും ചുമത്തിയിരിക്കുന്നത്.